കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഇന്നുമില്ല. ഡൽഹിയിൽ രാത്രിയും തിരക്കിട്ട മാരത്തോൺ ചർച്ചകൾ നടക്കുകയാണ്. എന്നാൽ ഒടുവിൽ ചോദ്യങ്ങളോട് ക്ഷുഭിതനാവുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. നിങ്ങൾ തെറ്റായ വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുക. നിങ്ങളുടെ ക്രെഡിബിലിറ്റി കളയണ്ട. നിങ്ങൾ തെറ്റായ വാർത്തകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊന്നും അല്ല കാര്യം. നിങ്ങൾ വഷളായി നിങ്ങളുടെ വിശ്വാസം. ദേശീയ നേതാക്കളുടെ സമയം, മറ്റു സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ക്രമീകരണം, മിസ്ത്രിയുടെ ചികിത്സ എന്നിവ പരിഗണിച്ചാണ് പ്രഖ്യാപനം വൈകുന്നതെന്നാണ് കോൺഗ്രസ് വിശദീകരണം. എംപിമാരെ മത്സരിപ്പിക്കുന്നതിൽ രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും എതിർപ്പ്. എന്നാൽ രാത്രി വൈകി കോൺഗ്രസ് ആസ്ഥാനത്തെത്തിയ അടൂർ പ്രകാശ് മത്സര സാധ്യത തള്ളിയില്ല. അടൂർ പ്രകാശ് നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് എടുത്തുവെന്ന മാതൃഭൂമി ന്യൂസ് വാർത്തയോടുള്ള ചോദ്യത്തിന് എല്ലാവരും എടുക്കുമല്ലോ എന്നും മറുപടി. അത് AICC ആണ് തീരുമാനിക്കേണ്ടത്. AICC തീരുമാനിക്കാതെ ഒന്നും നടക്കില്ല. താങ്കളുടെ പേരുണ്ടല്ലോ. ഈ ഒന്നാം ഘട്ട പട്ടിക ആവശ്യമുള്ളവരെല്ലാം എടുക്കത്തില്ലേ? തുടർച്ചകൾക്കായി ദീപാദാസ് മുൻഷി, സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ എന്നിവർ ഇന്ദിരാഭവനിൽ. വിവരങ്ങളുമായി വിഷ്ണു പ്രസാദും ബി ബാലഗോപാലും ചേരുകയാണ്. ആദ്യം വിഷ്ണുവിലേക്കാണ്. വിഷ്ണു, നേരത്തെ ക്ഷുഭിതനാവുന്ന പ്രതിപക്ഷ നേതാവിനെ നമ്മൾ കേൾക്കുകയുണ്ടായി. അദ്ദേഹം നിങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ 24 മണിക്കൂർ എന്നുള്ള സമയം എടുത്തു പറഞ്ഞത് മറ്റാരുമല്ല, വി ഡി സതീശനാണ്, പ്രതിപക്ഷ നേതാവാണ്. സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്. അവിടെ നഷ്ടപ്പെടുന്ന ക്രെഡിബിലിറ്റി അത് കോൺഗ്രസിനെയാണ്. ക്രെഡിബിലിറ്റിക്ക് അപ്പുറത്തേക്ക് ഇനി ഓരോ സമയവും ഓരോ നിമിഷവും ഓരോ മണിക്കൂറും അത്രയും പ്രധാനമാകുന്ന ഒരു പ്രചാരണ കാലയളവിൽ കൂടിയാണ് കോൺഗ്രസിന് നീട്ടിപ്പോകുന്നത്. എപ്പോഴുണ്ടാവും കോൺഗ്രസിന്റെ പട്ടിക? അക്ഷയ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സമ്മർദ്ദം കോൺഗ്രസിന് മേൽ ശക്തമാവുകയാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടിയായിരിക്കുമ്പോഴും ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കോൺഗ്രസിന് ചർച്ചകൾ എങ്ങും എത്താത്ത ഒരു സാഹചര്യം കൂടി ബാക്കി നിൽക്കുന്നു. പ്രത്യേകിച്ച് എംപിമാർ ഉയർത്തുന്ന വെല്ലുവിളി തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തലവേദന. ഇന്നിപ്പോൾ ഡൽഹിയിൽ വെച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ചേരുമെന്ന കണക്കുകൂട്ടലിലെല്ലാമാണ് നേതാക്കൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ആദ്യം നടന്ന കോർ കമ്മിറ്റി യോഗത്തിൽ തന്നെ തീരുമാനങ്ങൾ എവിടെയും എത്താത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് കെ സുധാകരൻ ഉൾപ്പെടെ തന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു. എംപിമാരുടെ ഭാഗത്തു നിന്ന് സമ്മർദ്ദം കൂടുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ ആദ്യം തയ്യാറാക്കി വെച്ച 60 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും വീണ്ടും പുനരാലോചന വേണ്ടിവരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് എത്തുകയും ചെയ്യുകയാണ്. കോൺഗ്രസ് വൃത്തങ്ങൾ നൽകിയിരുന്ന സൂചന പ്രകാരം പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ 60 സീറ്റുകളിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഏറെക്കുറെ പൂർത്തിയായി എന്നും മറ്റ് ഘടകകക്ഷികളുമായി സംസാരിച്ച് അവിടെയൊന്നും ആശയക്കുഴപ്പമില്ല എന്നുമുള്ള നിലപാടിലായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് തിരുവമ്പാടി അടക്കമുള്ള വെച്ചുമാറലുകളും അതോടൊപ്പം തന്നെ സഖ്യകക്ഷികളുടെ സീറ്റുകൾ ചോദിച്ചു വാങ്ങുകയും ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ, ഒപ്പം കണ്ണൂരിൽ സുധാകരൻ നടത്തിവരുന്ന ഒരു പരസ്യമായ അതൃപ്തി പ്രകടമാക്കൽ തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസ് വലിയ രീതിയിൽ പ്രതിരോധത്തിലേക്ക് നീങ്ങുന്നു എന്നൊരു സാഹചര്യം കൂടിയാണുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് വൈകിട്ടാണ് KPCC അധ്യക്ഷൻ തന്നെ പറഞ്ഞത് ഇന്ന് പട്ടികയില്ല എന്ന്. നാളെ വീണ്ടും സ്ക്രീനിംഗ് കമ്മിറ്റി ചേരുകയും അതോടൊപ്പം തന്നെ 2 കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗങ്ങളും ചേർന്നതിന് ശേഷം നാളെ രാത്രിയോടുകൂടി പട്ടിക പുറത്തിറക്കാമെന്നാണ് നാളെ രാത്രിയോടുകൂടി എന്നുള്ള പ്രതികരണം പോയിരുന്നു. അതേ സമയത്ത് തന്നെ എംപിമാർ മത്സരിക്കുന്നതിൽ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകൾ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരികയാണ്. ബി ബാലഗോപാൽ കൂടിയുണ്ട് നമുക്കൊപ്പം. ബാലു, എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനമുണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് അല്ലേ പാർട്ടി എന്ന് പറയത്തക്ക വണ്ണത്തിൽ, അങ്ങനെ പറയിപ്പിക്കുന്ന തരത്തിൽ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഈ തെരഞ്ഞെടുപ്പിലും മാറ്റമൊന്നുമില്ലാത്ത പ്രവണതകൾ അത് അങ്ങനെ തുടരുക തന്നെ ചെയ്യുകയാണ്. എംപിമാർ അടൂർ പ്രകാശ് മത്സരിക്കുമോ? കെ സുധാകരനൊക്കെ സംസാരിക്കുന്നു എന്നാണ് അറിയുന്നത്. എന്തെങ്കിലുമൊക്കെ തീരുമാനമായിട്ടുണ്ടോ? അതോ ഹൈക്കമാൻഡ് നേരത്തെ എടുത്ത നിലപാടിൽ തുടരുമോ?
എംപിമാർ മത്സരിക്കുന്നത് സംബന്ധിച്ച് ഇതുവരെയും അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ ഇന്ന് ഡൽഹിയിൽ കോൺഗ്രസ് നേതാക്കളുമായി, അതായത് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഈ എംപിമാർ മത്സരിക്കുന്നതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തി എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇത് ഔദ്യോഗികമായി കോൺഗ്രസ് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. ഇതിനിടെ മത്സരിക്കാൻ സാധ്യതയുള്ള എംപിമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുന്നോടിയായുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് വൈകിട്ട് നമ്മൾ മാതൃഭൂമി ന്യൂസ് ഈ അടൂർ പ്രകാശ് സംസ്ഥാന സർക്കാരിൽ നിന്ന് നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങിയ നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഈ സിറ്റിംഗ് എംപിമാര്, മുൻ എംപിമാര്, ജനപ്രതിനിധികളൊക്കെ മത്സരിക്കുമ്പോൾ ഈ സർക്കാരിന്റെ ഒരു നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. കാരണം അത് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറാണ് നൽകുന്നത്. ഈ ഗസ്റ്റ് ഹൗസുകളിൽ ഉൾപ്പെടെ യാതൊരു തരത്തിലുള്ള കുടിശ്ശികയും അവർക്ക് ഇല്ല എന്ന് കാണിക്കുന്നതിനാണ് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത്. ഈ സർട്ടിഫിക്കറ്റ് ഈ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിക്കേണ്ട ഒരു രേഖയാണ്. ആ രേഖയാണ് അടൂർ പ്രകാശ് ഇന്ന് രാവിലെ അതിനുള്ള അപേക്ഷ നൽകുകയും വൈകിട്ട് സംസ്ഥാന സർക്കാർ അത് നൽകുകയും ചെയ്തിരിക്കുന്നത്. സമാനമായ രീതിയിൽ കെ സുധാകരന്റെ ഓഫീസ് സ്റ്റാഫും ഈ പട്ടിക വാങ്ങുന്ന ഈ നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുന ഖാർഗെക്കുമൊക്കെ ഈ എംപിമാർ മത്സരിക്കുന്നതിനോട് വിയോജിപ്പാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ മത്സരിക്കാൻ താല്പര്യമുള്ള എംപിമാർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ലോക്സഭാ എംപിയായ ഗൗരവ് ഗൊഗോയ് ആസാമിൽ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇളവ് നൽകാമെങ്കിൽ എന്തുകൊണ്ട് അധികാരം പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സീറ്റ് കൂട്ടുന്നതിന് വേണ്ടി തങ്ങൾക്ക് സീറ്റ് നൽകിക്കൂടാ എന്ന ചോദ്യമാണ് ഈ എംപിമാർ ഉന്നയിക്കുന്നത്. കെ സുധാകരൻ നാളെ രാവിലെ അദ്ദേഹം ഡൽഹിയിൽ എത്തുന്നതായിരിക്കും. തുടർന്ന് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നതായിരിക്കും. ഈ കൂടിക്കാഴ്ചയിലായിരിക്കും യഥാർത്ഥത്തിൽ എംപിമാർ മത്സരിക്കണമോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ഉണ്ടാകുക. പക്ഷേ അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമുക്ക് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. ഇന്ന് രാവിലെ ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ, കോർ കമ്മിറ്റി യോഗത്തിൽ ഏതാണ്ട് 20-ലധികം സീറ്റുകളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതായത് ഫലത്തിൽ 60ഓളം സീറ്റുകളുടെ കാര്യത്തിൽ കോൺഗ്രസിന്റെ സംബന്ധിച്ചിടത്തോളം ഏകാഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. തിരുവിതാംകൂർ മേഖലയിലെ ചില സീറ്റുകൾ സംബന്ധിച്ചുള്ള കാര്യത്തിലാണ് ഇനി ചർച്ച നടക്കേണ്ടതായുള്ളത്. ഇപ്പോൾ നടക്കുന്ന ചർച്ചയിൽ അത് സംബന്ധിച്ചുള്ള നേരത്തെ 31, ഇപ്പോഴുള്ള 20, അങ്ങനെ 51 സീറ്റുകളുടെ കാര്യത്തിലാണോ തീരുമാനമായിരിക്കുന്നത്? പക്ഷേ 60ഓളം സീറ്റുകളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഈ സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ ചർച്ചകൾ നടക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ CPM-ൽ നിന്ന് പലതരത്തിലുള്ള വിസ്മയങ്ങളും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നേരത്തെ ഈ തളിപ്പറമ്പിൽ അബ്ദുൾ റഷീദിനെ സ്ഥാനാർത്ഥിയാക്കുവാൻ വേണ്ടി കോൺഗ്രസ് തത്വത്തിൽ തീരുമാനിച്ചിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ തളിപ്പറമ്പിൽ ഈ പ്രതിസന്ധി CPM-നുള്ളിൽ നിന്ന് ഈ വിമത നീക്കമുണ്ടാകുന്നത്. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കോൺഗ്രസിനുള്ളിൽ നടക്കേണ്ടതായുണ്ട്. അതുപോലെ നാളെയും മറ്റന്നാളും ചില കാര്യങ്ങൾ കൂടി CPM-നുള്ളിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ തുടരുക തന്നെ ചെയ്യുന്നു എന്നുള്ളതാണ് ബാലു സൂചിപ്പിച്ച പോലെ തന്നെ.